ഹലോ ഫ്രണ്ട്സ്, ഒരു ഡിലേന് ശേഷമാണ് വീഡിയോ ആയിട്ട് വരുന്നത്. ഞാനും ഈ പറയുന്ന ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഓഫ്ലൈൻ സെഷനൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി. സോ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ ആസ്കിംഗ് മീ അബൌട്ട് PGDBA പ്രോഗ്രാം. സോ PGDBA എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കോഴ്സിനെ കുറിച്ച് പറയാം. എനിക്ക് ഇപ്പോഴാണ് ശരിക്കും ഒരു 100% ക്ലാരിറ്റി ആൻഡ് വളരെ ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് കുറച്ച് ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടിയത് റിഗാർഡിംഗ് വാട്ട് എക്സാക്ട്ലി ഈസ് PGDBA. സോ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡൊമൈനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ ഡിമാൻഡ് കൂടി വരുന്ന ഒരു ഡൊമൈൻ ആണെന്ന് പറയാം. അതിനുള്ള ഒരു ടെസ്റ്റിമോണി ആണ് ശരിക്കും പറഞ്ഞ IIM ബാംഗ്ലൂർ ഒരു കഴിഞ്ഞ 3 വർഷം മുന്നേ സ്റ്റാർട്ടഡ് എ PGDBA പ്രോഗ്രാം. A lot of other IIMs, I think IIM Kashipur started a BA program. So അങ്ങനെ ഒരുപാട് പേര് BA പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ BA പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് മുന്നേ തന്നെ PGDBA എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇൻഡസ്ട്രിയിൽ ആൾക്കാരെ അയച്ചിട്ടുള്ള വളരെ സക്സസ്ഫുൾ അലൂമിനീസ് ഉള്ള വളരെ ടോപ്പ് പ്രോസ്പെക്ട്സ് ഉള്ള ഒരു കോഴ്സ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ്, ഇവര് നല്ല രീതിയിൽ ആ ഒരു കോഴ്സിനെ മാർക്കറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആർക്കും അറിയാതിരിക്കുന്നത്. അപ്പം ഒന്ന് PGDBA എന്താണ്, എങ്ങനെയാണ് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. PGDBA എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് IIM കൽക്കട്ട, ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബി സ്കൂൾ, IIT ഖരഗ്പൂർ, ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓർ ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആൻഡ് ISI സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന് ഇന്ത്യയിലെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ബ്രെയിൻസ് ഇറങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ISI കൊൽക്കട്ട, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുമിച്ച് ചേർന്നിട്ട് കൊടുക്കുന്ന ഒരു ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമാണ് PGDBA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കരിക്കുലം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം PGDBAയിൽ ജോയിൻ ചെയ്താൽ ഒരു മാസം യു വിൽ ബി സ്പെൻഡിങ് ഇൻ IIM കൽക്കട്ട, വേർ യു വിൽ ബി ലേണിംഗ് അബൌട്ട് സെയിൽസ്, മാർക്കറ്റിംഗ്, ബിസിനസ്, എക്കണോമിക്സ്, അങ്ങനെയുള്ള ഒരു ബേസിക് ഫിനാൻസ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. സോ ഒരു മാസം IIM കൽക്കട്ട, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെമിസ്റ്റർ നിങ്ങൾ പോകുന്നത് ISI കൊൽക്കട്ടയിലോട്ടാണ്. ഇനി ISIയിൽ പോകുമ്പോഴത്തേക്കും അവിടെ നിന്നാണ് നിങ്ങൾ ഈ മാത്തമാറ്റിക്സ് പേപ്പറുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റ സയൻസ്, അതുപോലെയുള്ള സാധനങ്ങളുടെ തിയറി പാർട്ട് മൊത്തം കവർ ചെയ്യുന്നത് ആ ഒരു ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു തിയറി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, മാത്തമാറ്റിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ISIയിൽ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെമിസ്റ്റർ 2, അത് ഒരു 4 മാസം നിങ്ങൾ ISIയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെമിസ്റ്റർ 2ന് IIT ഖരഗ്പൂരിൽ പോകും. സോ IIT ഖരഗ്പൂരിൽ പോകുമ്പോൾ അവിടെയും 4 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യും. അവിടെയാണ് ഇതിന്റെ തിയറി പഠിച്ച സാധനങ്ങളുടെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾ പഠിക്കുന്നത്. അതായത് ഇതിന്റെ കോഡിങ്, മെഷീൻ ലേണിംഗ്, AI ഇംപ്ലിമെന്റേഷൻ, പിന്നെ ഈ പറയുന്ന ബിസിനസ് അനലിറ്റിക്സ് ഇംപ്ലിമെന്റേഷൻ സൈഡ് കാര്യങ്ങൾ, അതിന്റെ ഒരു ഹാൻഡ്സ് ഓൺ സാധനങ്ങളൊക്കെ പഠിക്കുന്നത് IIT ഖരഗ്പൂരിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത 5 അവസാന മാസങ്ങൾ നിങ്ങൾ IIM കൽക്കട്ടയിൽ തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് ഈ പഠിച്ച സാധനങ്ങൾ, തിയറിയും പ്രാക്ടിക്കലും ഒക്കെ എങ്ങനെ ബിസിനസ് സെനാരിയോയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ യൂഷ്വൽ MBA പ്രോഗ്രാമിൽ 2 വർഷങ്ങൾ, ഇയർ 1 ഇയർ 2ന്റെ ഇടയ്ക്കുള്ള ഒരു ബ്രേക്കിലാണ് നമ്മൾ ഇന്റേൺഷിപ്പിന് പോവുക. ഇവിടെ ഈ പറയുന്ന, അതായത് 4 മാസം ആദ്യത്തെ 1 മാസം IIM കൽക്കട്ട, പിന്നെ ISI 4 മാസം, IIT ഖരഗ്പൂർ 4 മാസം, പിന്നെ അഗെയിൻ ഫൈനൽ 5 മാസം IIM കൽക്കട്ട കഴിഞ്ഞിട്ട് 6 മാസം ബി സ്കൂൾസിൽ 2 മാസത്തെ സമ്മർ ഇന്റേൺഷിപ്പ് ഉണ്ടാകുമ്പോൾ ഇവിടെ 6 മാസത്തെ ഇന്റേൺഷിപ്പ് ആണ് ഉണ്ടാവുന്നത്. അതും ടോപ്പ് കോർപ്പറേറ്റ്സ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഇന്റേൺഷിപ്പ്. അതായത് 2 മാസം ശരിക്കും പറഞ്ഞാൽ കുറവാണ്. ഒരു കമ്പനിയെ പഠിച്ചു വരാൻ തന്നെ നമുക്ക് 2 മാസത്തിൽ കൂടുതൽ വേണ്ടി വരും. പക്ഷെ 6 മാസത്തെ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പനി കൾച്ചറൊക്കെ മനസ്സിലാക്കി അവിടെ നമുക്ക് പഠിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റേൺഷിപ്പും, അത് കഴിഞ്ഞിട്ട് മെജോറിറ്റി ആൾക്കാർക്കും പ്രീ പ്ലേസ്മെന്റ് ഓഫർ അവിടെ നിന്ന് തന്നെ ജോലി കിട്ടുന്നുണ്ടാവും. ഇൻ കേസ് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ക്യാമ്പസിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഫൈനൽ പ്ലേസ്മെന്റ് പിന്നെയും ഉണ്ടാവും. ബാച്ച് സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 60 പേര് ഫിക്സഡ് ബാച്ച് സൈസ് ആണ്. 60 പേരിൽ ജെൻഡർ ഡൈവേഴ്സിറ്റി കുറവാണ്, ഒരു 6-7 പെൺകുട്ടികളെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ സേഫ് ക്യാമ്പസ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ക്യാമ്പസുകളാണ്. 25 lakhs ഫീസ് വരുന്നുണ്ട്, ജസ്റ്റ് ലൈക്ക് IIM അഹമ്മദാബാദ്. 25 lakhs ഫീസ് വരുന്നുണ്ട്, 30-32 ലക്ഷം രൂപ ആവറേജ് പാക്കേജും വരുന്നുണ്ട്. എൻ്റെ ബാച്ച് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പ്ലേസ് ആവുന്നുണ്ട്. ടോപ്പ് കമ്പനീസ് ലൈക്ക് BCG മാനേജ്മെന്റ് കൺസൾട്ടിങ്ങിൽ കുറെ ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അനലിറ്റിക്സ് കൺസൾട്ടിങ്ങിന് കുറെ ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്യുവർ ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. BCG, അമേരിക്കൻ എക്സ്പ്രസ്, McKinsey, DSHO, അതുപോലുള്ള ഒരുപാട് കമ്പനീസ് വന്നിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. സോ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് യുവർ കരിയർ, ഇൻ ടേംസ് ഓഫ് പാക്കേജ്, ഇൻ ടേംസ് ഓഫ് കോളേജിന്റെ ലെഗസി, പ്രോഗ്രാമിന്റെ ലെഗസി, അലൂമിനീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് ആണ്. ഇനിയാണ് ഞാൻ ഡിസ്ക്ലൈമറിൽ ഒരു കാര്യം കൂടി പറയാൻ, 1-2 കാര്യങ്ങളും കൂടി പറയാം.
ഒന്ന് ഹോസ്റ്റൽ ഫെസിലിറ്റീസിന്റെ കാര്യം. ISI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ISIയിൽ യൂഷ്വലി എല്ലാവരും ഫ്രീ ആയിട്ട് ഫീസ് കൊടുക്കാതെ പഠിക്കുന്ന കോഴ്സസും അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് കോഴ്സസ് ആണ് കൂടുതലും. അപ്പോൾ 25 ലക്ഷം രൂപ ഫീസിന്റെ ഒരു വലിയൊരു ശതമാനം അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കും അവിടുത്തെ ഹയസ്റ്റ് ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഏറ്റവും മികച്ച ഫുഡും മെസ്സും കാര്യങ്ങളും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി PGDBAക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ആ എൻട്രൻസ് എക്സാമിന്റെ പേരാണ് PGDBA എന്ന് തന്നെയാണ് എൻട്രൻസ് എക്സാം. PGDBA ടെസ്റ്റ് ആണ്. അപ്പൊ അതില് ഏറ്റവും ഹയസ്റ്റ് 50% വെയിറ്റേജ് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനാണ്. സോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ QAനോട് അല്ലെങ്കിൽ മാത്സിനോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ തട്ടിമുട്ടിയും QA എടുക്കുന്ന ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ എക്സാം എഴുതാൻ പോകണ്ടെന്ന് മാത്രമല്ല, ഇനി എക്സാം എഴുതി തട്ടിമുട്ടി കിട്ടിയാൽ പോലും നിങ്ങൾ PGDBAക്ക് പോകരുത്. വൈ? ബിക്കോസ് ഇത് ഒരു ISI ആണെങ്കിലും മാത്തമാറ്റിക്സിൽ നല്ല ഗ്രിപ്പുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനോട് ശരിയായ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ കോഴ്സിന് പോയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ബിക്കോസ് ഇതിന്റെ പാക്കേജും ഇതിന്റെ ഫീസും ഇതിന്റെ കമ്പനീസും MBA പോലെയാണ് എന്നുള്ളത് കൊണ്ടും IIM കൽക്കട്ട ഇത് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതൊരു വെറും MBA പ്രോഗ്രാം ആയിട്ട് കരുതരുത്. ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് പ്രോഗ്രാം തന്നെയാണ്. ആൻഡ് ഇതിന്റെ മാത്സ് 25 ക്വസ്റ്റ്യൻ ആണ് ഈ എക്സാമിൽ മാത്സിലുള്ളത്. വെൻ കമ്പയർഡ് ടു ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ വെറും 5 ക്വസ്റ്റ്യൻ, ലോജിക്കലിൽ 5 ക്വസ്റ്റ്യൻ, വെർബലിൽ 15 ക്വസ്റ്റ്യൻ ഉള്ളപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് 25 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ CAT അല്ലെങ്കിൽ SATന് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ഈ വെർബലബിലിറ്റി, ലോജിക്കൽ റീസണിംഗ്, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ഒക്കെ സിമ്പിൾ ആയിരിക്കാം. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ തട്ടിമുട്ടിയാണ് നിങ്ങൾ CATന് പോയി എഴുതിയെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. ബിക്കോസ് നല്ല വിട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PGDBAക്ക് പ്രിപ്പയർ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോം ആസ് ഓഫ് നൗ ഓപ്പൺ ആണ്. February 6th വരെ ഓപ്പൺ ആണ്. ആൻഡ് നമ്മളെ 7th മാർച്ചിനാണ് ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ബി ഹാവിംഗ് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഇതിന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി അഡ്മിറ്റഡ്. ഇനി ഒരു കാര്യം ഞാൻ എഗെയിൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, ഇഫ് യു ആർ നോട്ട് ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് അനലിറ്റിക്സ്, ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. കാരണം IIT ഖരഗ്പൂരിലെ അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ടൊക്കെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് നിന്ന് സബ്ജക്ട്സ് ഇത് ചെയ്തു വരണം. അപ്പൊ ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് ഇൻട്രസ്റ്റ് ഈ പറയുന്ന റിഗറസ് മാത്തമാറ്റിക്സ്, യൂഷ്വൽ MBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റിഗറസ് ആണ് ഇൻ ടേംസ് ഓഫ് അസൈൻമെന്റ് കാര്യങ്ങളെന്നൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള എലക്ടീവ്സ് ഒക്കെ എടുത്താൽ സബ്ജക്ട് സൈഡ് നിങ്ങൾക്ക് ഈസിലി ഡോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആ സബ്ജക്ട് സൈഡ് മാത്തമാറ്റിക്സിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. സോ ദോസ് ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് അനലിറ്റിക്സ്, ഹു വാണ്ട് ടു ആക്ച്വലി പെർസ്യൂ സംതിങ് ഇൻ ബിസിനസ് അനലിറ്റിക്സ്, ഗോ ഫോർ ഇറ്റ്. 60 സീറ്റാണ് ഉള്ളത്. പക്ഷെ ഇഫ് യു really want to do business analytics, if you really want to get into the best program for business analytics across the globe, അങ്ങനെയാണെങ്കിൽ ഡു ഗിവ് ഇറ്റ് യുവർ ഹാർട്ട് ആൻഡ് സോൾ. ഓൾറെഡി നിങ്ങൾ CATന് SATന് പ്രിപ്പയർ ചെയ്താണ്. ക്വാണ്ടിറ്റേറ്റീവ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. ഫ്രഷേഴ്സിനാണെങ്കിലും ഞാനിപ്പോൾ സംസാരിച്ച ഒരാൾ ഫ്രഷർ ആയിരുന്നു. സോ ഫ്രഷർ ആണെങ്കിലും വർക്ക് എക്സ് ഉള്ള ആളാണെങ്കിലും ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ വെയിറ്റേജ് ഡ്യൂറിംഗ് സെലക്ഷൻ. ബട്ട് കമ്പനീസിന്റെ പ്ലേസ്മെന്റ് സെനാരിയോയിലൊന്നും അത്ര വലിയ പ്രശ്നമില്ല. കാരണം ചെറിയ ബാച്ച് സൈസ് ആണ്, 60 പേര് മാത്രമേ ഉള്ളൂ. സോ ഇൻഡസ്ട്രിയിൽ അത്രയധികം ഡിമാൻഡും പുള്ളും ഈ ഒരു കോഴ്സിനുള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്ലേസ്മെന്റിലും പാക്കേജിലും പ്ലേസ്ഡ് ആയി പോകും. സോ it's a great course to look for, but provided നിങ്ങൾ അതിന് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾ അതിന് റെഡിയാണ്. അപ്പൊ thanks a lot for watching the video. I'll be soon coming up with more interesting videos. Bye bye.